സംസ്കൃത പഠനത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഖ്യകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 60 വരെയുള്ള സംഖ്യകളാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ഈ വീഡിയോയിൽ 61 മുതൽ 100 വരെയുള്ള സംഖ്യകളാണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. ഏക ഷഷ്ടിഹി 61 61, ദ്വിഷഷ്ടിഹി 62 62, ത്രിഷഷ്ടിഹി 63 63, ചതുഷ്ഷഷ്ടിഹി 64 64, പഞ്ചഷഷ്ടിഹി 65 65, ഷഡ്ഷഷ്ടിഹി 66 66, സപ്തഷഷ്ടിഹി 67 67, അഷ്ടഷഷ്ടിഹി 68 68, നവഷഷ്ടിഹി 69 69, സപ്തതിഹി 70 70. 70 വരെയുള്ള സംഖ്യകളാണ് പഠിച്ചു കഴിഞ്ഞത്. സംസ്കൃതത്തിൽ സംഖ്യകൾ പഠിക്കാനുള്ള എളുപ്പവഴിയാണ് ആദ്യ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഏക ഷഷ്ടിഹി എന്ന് പറയുമ്പോൾ 61 61 എന്ന പാറ്റേണിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സംഖ്യാശബ്ദം മൈൻഡിൽ എപ്പോഴും നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏകഷഷ്ടിഹി എന്ന് പറഞ്ഞാൽ 61 ആണെന്നും 61 ആണെന്നും മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഏക സപ്തതിഹി 71 71, ദ്വിസപ്തതിഹി 72 72, ത്രിസപ്തതിഹി 73 73, ചതുസ്സപ്തതിഹി 74 74, പഞ്ചസപ്തതിഹി 75 75, ഷഡ്സപ്തതിഹി 76 76, സപ്തസപ്തതിഹി 77 77, അഷ്ടസപ്തതിഹി 78 78, നവസപ്തതിഹി 79 79, അശീതിഹി 80 80, ഏകാശീതിഹി 81 81, ദ്വശീതി 82 82, ത്രശീതിഹി 83 83, ചതുരശീതിഹി 84 84, പഞ്ചാശീതിഹി 85 85, ഷഡശീതിഹി 86 86, സപ്താശീതിഹി 87 87, അഷ്ടാശീതിഹി 88 88, നവാശീതിഹി 89 89, നവതിഹി 90 90, ഏകനവതിഹി 91 91, ദ്വിനവതിഹി 92 92, ത്രിനവതിഹി 93 93, ചതുർനവതിഹി 94 94, പഞ്ചനവതിഹി 95 95, ഷണ്ണവതിഹി 96 96, സപ്തനവതിഹി 97 97, അഷ്ടനവതിഹി 98 98, നവനവതിഹി 99 99, ശതം 100 100. 100 വരെയുള്ള സംഖ്യകളെ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. 1 മുതൽ 30 വരെയും 31 മുതൽ 60 വരെയും 61 മുതൽ 100 വരെയുമായിട്ട് 3 വീഡിയോയിലാണ് ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞത്. റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെയാണ് എളുപ്പം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അവരവരുടെ രീതിക്കനുസരിച്ച് അത് പഠിച്ചെടുക്കുക. സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും സംഖ്യകളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലായിടത്തും സംഖ്യകൾ ആവശ്യമായി വരുന്നതാണ്. സംസ്കൃത പഠനത്തിലെ അടുത്ത ക്ലാസ്സിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. ഉടൻ തന്നെ അടുത്തൊരു ക്ലാസ് തുടങ്ങുന്നതാണ്.